അസ്സലാമലൈക്കും. അപ്പം ഒരു ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലെ തുടങ്ങിയിട്ടുള്ള ഒരു വൈകുന്നേരം വരെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്തെടുത്തുള്ള വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ബാക്കൊന്ന് അടിച്ച് അവിടെ കുറച്ച് കത്തിക്കാനൊക്കെ ഉണ്ടായിരുന്നു, പേപ്പേഴ്സ് വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് കുറച്ച് പണി കൂടുതലായിരുന്നു. ഇത് രാവിലെ വാപ്പിയും മകനും പോണ സമയത്തുള്ള അംഗം കഴിഞ്ഞിട്ടുള്ള ഒരു വീടിൻ്റെ ഒരു കോലമാണത്. നമ്മൾ എത്ര വൃത്തിയാക്കിയാലും ആ ഒരു രാവിലത്തെ ആ ടൈം കഴിയുമ്പോഴേക്കും വീടൊക്കെ ഒരു അലങ്കോലമായിരിക്കും. സോ ഇത് മേലത്തെ ഡ്രസ്സൊക്കെ എടുത്ത് താഴെ വന്നിട്ട് ആ റൂമിൽ തുണിയൊക്കെ കിടക്കണം. ഇത് ഇന്നലെ റീഹുവിൻ്റെ വകയുള്ള കലാപരിപാടികളാണ്. ഒക്കെ ഇങ്ങനെ നിരത്തി പരത്തി അങ്ങോട്ട് ഇട്ടിട്ട് പോകും. നമ്മൾ തന്നെ ഒന്ന് സെറ്റാക്കി വെക്കണം. പിന്നെ ഞാൻ ഓരോരോ ഭാഗമായിട്ട് അങ്ങനെ ക്ലീൻ ചെയ്ത് വരും. ഓരോരോ റൂം ആ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, മടക്കി വെച്ചു. ആ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി. പിന്നെ ഹാളിലേക്ക് പോയി. ഹാളിൽ കുറേ സാധനങ്ങൾ അവിടെ ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു, അതിനെയൊക്കെ എടുത്ത് ഒതുക്കി വെച്ച് ഹാളിലൊക്കെ ഒന്ന് വൃത്തിയാക്കി. അവിടെ ഒരു അട്ടപ്പെട്ടി കിടക്കുന്നുണ്ട്, അത് ഇക്കാക്കയുടെ കുറച്ച് സൗദിയിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന ഒരു പെട്ടിയാണ്, അതിലെന്തൊക്കെയോ ഉണ്ട്. പിന്നെ ഇത് അവിടെ റൂം പേപ്പേഴ്സൊക്കെ അത് മാറ്റി അതൊക്കെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി. പിന്നെ ഉച്ചയ്ക്കത്തെ ലഞ്ച് പ്രിപ്പറേഷനാണ്. സോ ഒന്ന് ഉച്ചയ്ക്ക് ക്യാബേജ് ഉപ്പേരി വെച്ചു. കുറേ ദിവസം ഒരു ക്യാബേജ് ഫ്രിഡ്ജിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ അതാ കുറച്ച് രസം വെച്ചു. രസം വെച്ചാൽ പിന്നെ നമ്മൾ നങ്ക് എന്നാണ് ഇവിടെയൊക്കെ പറയുക. സോ അത് കുറച്ച് വറുത്തു. പിന്നെ നമ്മുടെ ഈ കൊപ്രയില്ലേ, ഞങ്ങൾ തേങ്ങ പൊതിച്ചപ്പോൾ കൊപ്ര തേങ്ങയായിരുന്നു, അതിനെ ഞാൻ മുറിച്ച് ഇതുപോലെ മിക്സിയിലിട്ടിട്ട് ഒന്ന് ഇതാക്കിയിട്ട് വയ്ക്കും. അപ്പോൾ നമുക്ക് ഈ ഉപ്പേരിയിലൊക്കെ നമുക്ക് ഇടാൻ പറ്റും. പിന്നെ അതാ നങ്ക് പൊരിക്കാൻ അത് ഈസിയാണ്. നമ്മളൊരു പച്ചമുളക് അതിൽ കൂടി ഇട്ട് പറഞ്ഞു വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റും മണമൊക്കെയാണ് ഇത് പൊരിക്കുന്ന സമയത്ത്. പിന്നെ അവിടെ ചോറുണ്ടായിരുന്നു, അതിനെയും കുറച്ച് തിളപ്പിക്കാൻ വെച്ചു. അങ്ങനെ ഉച്ചക്കത്തെ പ്രിപ്പറേഷനാണ് ഇത് ലഞ്ചിൻ്റെ. പിന്നെ ഇത് ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യമൊന്നുമല്ല. ബീട്രൂട്ട് എക്സസൈസ് ഉണ്ടായിരുന്നു വീട്ടിൽ കുറേ. അപ്പം ഞാൻ ജ്യൂസ് അടിച്ച് അതിൻ്റെ അരിപ്പയിൽ അതിൻ്റെ വെള്ളം മാത്രം എടുത്ത് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കും. എന്നിട്ട് ആ സംഭവം ആ ഐസ് ക്യൂബില്ലേ, ആ ഐസ് ക്യൂബിന് നമ്മൾ വെള്ളത്തിൽ 2-3 ഐസ് ക്യൂബ് ഇട്ടിട്ട് സാധാ വെള്ളത്തിലിട്ടിട്ട് കുറച്ച് നേരം ഞാൻ ആ ഐസ് ക്യൂബ് എന്താ പറയുക ഇതാവണ വരെ ഞാനത് അലീന വരെ, ആ തണുപ്പ് പോകണ വരെ ഞാനതൊന്ന് മാറ്റി വയ്ക്കും. കാരണം എനിക്ക് ടോൺസസ് ഉള്ളതുകൊണ്ട് എനിക്കത് ശരിയാവില്ല. പെട്ടെന്ന് ജനലിൽ കൂടെ നോക്കിയപ്പോൾ മഴക്കാറ് പോലെ കണ്ടു. അപ്പോൾ വെളിയിൽ ഇതാ എൻ്റെ റെയിൻകോട്ടൊക്കെ വെളിയത്തി എടുത്തിട്ട് അപ്പോൾ ഞാൻ എല്ലായിടത്തും ഉള്ളിലല്ല കാർപോർച്ചിൽ കൊണ്ട് വെച്ചു. മഴ നനയാൻ അത് കുറേ പ്രാവശ്യം മഴ നനയും, പിന്നെയും ഉള്ളിൽ കൊണ്ട് വയ്ക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഇന്ന് KCBക്കാർ വന്നിട്ട് എൻ്റെ മാങ്ങ മരത്തിന് മണ്ടയൊക്കെ മുറിച്ച് കളഞ്ഞു. നന്നായിട്ടൊന്ന് വളർന്നു വന്നായിരുന്നു, അതൊക്കെ അവർ തീർത്തിട്ടുണ്ട്. കൊമ്പൊക്കെ അവിടെ ഇവിടെ ആയിട്ടേ മുറിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പിന്നെ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ബീട്രൂട്ടിൻ്റെ ജ്യൂസല്ല, ബീട്രൂട്ട് വാട്ടർ ഞാൻ കുടിച്ചു. പിന്നെ ഉച്ചക്കത്തെ ലഞ്ച് റെഡിയായി. ക്യാബേജ് തോരൻ, പിന്നെ ഫിഷ് ഫ്രൈ, രസം, അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ മീൻ, അതുകൊണ്ടാണ് അത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് നല്ല വിശന്നു. ഉച്ചയ്ക്ക് പണിയൊക്കെ തീർന്ന് ഞാൻ വേഗം ചോറൊക്കെ എടുത്ത് കഴിച്ചു. രാവിലത്തെ റിഹുവിൻ്റെ കുറച്ച് പൊട്ടറ്റോ ഫ്രൈ ഉണ്ടായിരുന്നു, അതുകൂട്ടി കഴിച്ചു. വിശന്നാൽ പിന്നെ എനിക്ക് ഭയങ്കര ആ വിശക്കുന്ന സമയത്ത് ഇത്രയാണെങ്കിലും ഇപ്പോൾ ചോറുണ്ണണം, അല്ലെങ്കിൽ ഭയങ്കര കുഴച്ചിലും എന്തൊക്കെയൊക്കെ എനിക്ക് വരും. അത് എനിക്ക് മാത്രമാണോ അത് എല്ലാവർക്കും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ വൈകുന്നേരമായി, ചായ കുടിച്ചു. അപ്പോഴേക്കും ട്യൂഷനിലെ പിള്ളേരൊക്കെ വന്നു. സോ ഞാൻ ട്യൂഷൻ കുറച്ച് നേരം അവരെടുത്തു. അവരെന്താ അതാ എടുക്കണമെന്നൊക്കെ ചോദിക്കണം എൻ്റെ അടുത്ത്. കുറേ പേര് ഹായ് ബായ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ വൈകുന്നേരമായി. ഇത് ഇക്കാക്കയുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ മോളാണ്. സോ അവൾ 2 ഡേയ്സ് കഴിഞ്ഞ് വെച്ചാൽ സൗദിക്ക് പോവുകയാണ്. സൗദിക്കല്ല, ദുബായിക്ക് പോവാണ്. സോ യാത്ര പറയാൻ വന്നതാണ്. തിങ്കളാഴ്ച പോവും. പിന്നെ ഈ ട്യൂഷൻ പിള്ളേരില്ലേ, ട്യൂഷൻ കഴിഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ ചില സമയത്ത് ഇങ്ങനെ കളിച്ചിട്ടിരിക്കും. സൈക്കിൾ ഓടിക്കുന്നുണ്ട്, റിഹു സൈക്കിൾ ഓടിക്കുന്നുണ്ട്. ഇതാണ് അനിയൻ്റെ വൈഫ്. എന്നെ കാണിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് മുഖം മറിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ എന്നിട്ട് ചോദിച്ചു സബ്സ്ക്രൈബ് ചെയ്തോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അവൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തരാണ്. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ സിറ്റ് ഔട്ടിൽ ഇവിടെ കാക്കയുടെ ഉമ്മയും ഞാനും ഒക്കെ കൂടി ഇരുന്നു. അവിടെ നൂറയും റിഹുവും കൂടി കളിക്കുകയായിരുന്നു. കുറേ നേരം അവർ ഓടിക്കളിച്ചു. കണ്ടിട്ട് ഭയങ്കര സ്നേഹമാണ്, എന്നാൽ അടിച്ചിട്ട് ഓടിയിട്ടൊക്കെ കളിക്കുന്നുണ്ട്. സോ പിന്നെ അങ്ങനെ ഇരുന്നു. ഇതൊക്കെയല്ലേ ഫാമിലി മൊമെൻറ്റ്സ് അല്ലേ, കുട്ടികളൊക്കെ കളിക്കുക, അങ്ങനെ ഇരിക്കുക. പിന്നെ വൈകുന്നേരമായാൽ പെട്ടെന്ന് സമയമാവും. പിന്നെ ഓരോരോ പണികളും അത് ഇതൊക്കെ ആയിട്ട് പിന്നെ അത് അവൾ എന്തൊക്കെയോ ഡാൻസ് കളിക്കേണ്ട, വാപ്പാൻ്റെ അടുത്തേക്ക് പോകണം, നല്ല സന്തോഷമാണ് ആൾക്ക്. എന്തൊക്കെയോ പറയുന്നുണ്ട്.
നൂറ ഫാത്തിമ എന്നാണ്. ഇപ്പോൾ ഏകദേശം രണ്ട് വയസ്സ് കഴിഞ്ഞു, ഫെബ്രുവരി 3 കഴിഞ്ഞപ്പോൾ. പിന്നെ അതാ എന്തോ മൂത്രം ഒഴിച്ചിട്ട് എന്തോ ട്രൗസറൊക്കെ ഒറ്റയ്ക്ക് ഇടുകയാണ്. പിന്നെ കുറേ പച്ചക്കറിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് മൊത്തം അങ്ങനെ വീഡിയോയിൽ പറയുന്നത്, എത്ര പണി കഴിഞ്ഞാലും തീരാത്ത പണിയാണ് നമ്മുടെ വീട് പണി. വീട്ടിൽ പണി എന്താണെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്, പക്ഷേ വീട്ടിൽ പണി ചെയ്യുന്നവർക്കേ അറിയുള്ളൂ. പിന്നെ ഞാൻ വെജിറ്റബിൾസ് എല്ലാ പച്ചക്കറിയും കൂടെ ഒന്നായി കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാത്തിനെയും കൂടി ഒരു മാറ്റി വെച്ചു. പച്ചമുളക്, കൊത്തവരയ്ക്ക, എനിക്ക് ചില പച്ചക്കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ പടവലങ്ങ, പിന്നെ അങ്ങനെ ചില പച്ചക്കറികളോട് ഭയങ്കര ഇഷ്ടമാണ്. നാടൻകായ് വഴുതനങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ കയ്പ്പയ്ക്ക വറുത്തത്, അതൊക്കെ നല്ല ഇഷ്ടമാണ്. സോ ഞാൻ ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചു. അപ്പോഴായിരിക്കും ഈസി, പെട്ടെന്ന് എല്ലാം കൂടി മിക്സ് ആകുമ്പോൾ ആ സമയത്ത് കിടന്ന് തപ്പേണ്ടി വരും. അപ്പോൾ ഞാൻ ഓരോ ബോക്സിലാക്കി വെച്ചു. കുറേ എണ്ണത്തിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ചിലതൊന്നും ബോക്സ് തികഞ്ഞില്ല. സോ എല്ലാം കൂടി മറ്റേ ഫ്രിഡ്ജിൻ്റെ താഴെയുള്ള മറ്റേ വെജിറ്റബിൾ ബാസ്ക്കറ്റില്ല, അതിൽ ഇട്ട് വെച്ചു. അങ്ങനെ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി. അപ്പോഴേക്കും ഡിന്നർ പ്രിപ്പയർ ചെയ്ത് ചെയ്യണം. പെട്ടെന്ന് അങ്ങനെ ഇതെല്ലാം കഴിയുമ്പോൾ തന്നെ സമയം 9 മണിയായി. സോ ഞാൻ ഡിന്നർ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് ഉപ്മാവാണ്. സോ ഞാൻ ഉപ്മാവ് ഉണ്ടാക്കി. സിമ്പിളായിട്ട് കറിയൊന്നും ഉണ്ടായിരുന്നില്ല. സോ അതിന് ഞാൻ കുറച്ച് ഒന്ന് അയഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത്. അവരോട് ഞാൻ കഴിച്ചു. ഇക്കാക്കൊക്കെ കറിയൊക്കെ വേണം, പക്ഷേ ഞാൻ കറിയൊന്നും ഉണ്ടായിരുന്നില്ല. ഉച്ചക്കത്തെ കറിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. സോ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ എൻ്റെ വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു.